ഓക്കെ ഗൈസ്, പാർട്ട് 3 ചെയ്യുന്നതിന് മുന്നേ ആദ്യത്തെ 2 പാർട്ടിന് ഒരു ക്വിക്ക് റീക്യാപ്പ് എടുത്തിട്ട് അങ്ങോട്ട് കിടക്കാം. ഓക്കെ, ഇപ്പൊ പാർട്ട് 1 and 2. പാർട്ട് 1 എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? ഫസ്റ്റ് തന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ്, സിൻടാക്സ്, ടോക്കൺ, അങ്ങനെയുള്ള കുറച്ച് ടേംസിന്റെ ഒരു ബേസിക് ഐഡിയ. അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇപ്പൊ പ്രോഗ്രാമിംഗ്, ഒരു പ്രോഗ്രാം കാണുമ്പോൾ അത് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്? നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരു സാധനം വരുമ്പോൾ അതിൻ്റെ സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ആ റാഷണൽ തിങ്കിങ്ങിലൂടെ നോക്കുമ്പോൾ പെട്ടെന്ന് സെൻസ് ഇല്ലാത്ത പോലെ ഇത് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ പാർട്ട് 1 ആയത്. ഇത് കഴിഞ്ഞ് നമ്മൾ പാർട്ട് 2 ചെയ്തിരുന്നത് എന്തൊക്കെയായിരുന്നു? ഈ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അതായത് ഏതൊക്കെയാണ് 3 തരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്: ഹൈ ലെവൽ, അസംബ്ലി ലെവൽ, അതുപോലെ തന്നെ മെഷീൻ. അതിൽ ഹൈ ലെവൽ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞു. ഹൈ ലെവലിൽ തന്നെ പലപ്പോഴും ആൾക്കാർ പറയുന്നത് ഇംഗ്ലീഷ് ലൈക്ക് ആണ് ഒരു പ്രോഗ്രാം എന്നാണ് പറയുന്ന ഒരു രീതി. ബട്ട് ആക്ച്വലി ഇംഗ്ലീഷ് ലൈക്ക് എന്ന് പറയുന്നതിനേക്കാളും പൊതുവെ ഹയർ ലെവൽ ലാംഗ്വേജിൽ ഒരു പ്രോഗ്രാം എഴുതുക എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലൈക്ക് ആണെന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ പറയുന്നത്. ബട്ട് ഇംഗ്ലീഷ് ലൈക്ക് എന്ന് പറയുന്നതിനേക്കാളും മാത്തമാറ്റിക്കലി പ്രോബ്ലം സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുകയും അതിലേക്ക് കടക്കാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ ഒരു ക്വിക്ക് അനലോജി, അതായത് മാത്തമാറ്റിക്കലി പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരിതും അതിൽ നിന്ന് പ്രോഗ്രാമിങ്ങിലേക്ക് കടക്കുന്ന ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഫുൾ ഡീപ്പ് പോകാത്തൊരു ഓബിയാണ് തന്നിരുന്നത്. അതിൽ തന്നെ 2 സെറ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. കമ്പൽസറി ആയിട്ടൊരു പ്രോഗ്രാമിൽ എന്തായാലും ഉണ്ടാവും എന്ന് പറയുന്നു, പിന്നെ ഓപ്ഷണൽ, ഇഫ് റിക്വയർഡ് നമ്മൾ എന്തായാലും അറ്റാച്ച് ചെയ്യുന്നു പറയുന്നത്. അതിൽ കമ്പൽസറി ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. കമ്പൽസറിയിൽ പ്രധാനമായിട്ട് 3 സെറ്റ് കാര്യങ്ങളാണ് പറഞ്ഞത്: ഇൻപുട്ട് എടുക്കുക, പ്രോസസ് ചെയ്യുക, ഔട്ട്പുട്ട് ചെയ്യുക. ഈ 3 കാര്യമില്ലാതെ ഒരു പ്രോഗ്രാം ബേസിക്കലി ഇല്ല, അല്ലെങ്കിൽ എന്താ പറയുക, സം കൈൻഡ് ഓഫ് തിങ് ഷുഡ് ബി ദേ. ഒരു ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കാനൊക്കെയാണ് നമ്മൾ ഒരു പ്രോഗ്രാം എഴുതുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ 3 പാർട്ടാണ് ഒരു എല്ലാ പ്രോഗ്രാംസിനും കമ്പൽസറി എന്ന് നമ്മൾ പറയും. പ്ലസ് ഇത് മാത്തമാറ്റിക്സിനോട് അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി ആൻസർ ചെയ്യുന്നതിനോട് സിമിലർ ആണെന്ന് പറഞ്ഞു. നമുക്ക് ആദ്യം തന്നെ വെറുതെ 2 നമ്പർ ആഡ് ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവം വളരെ സിമ്പിളാണ്. അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് 2 നമ്പർ എടുത്ത് ആഡ് ചെയ്യാൻ ആദ്യം പഠിച്ചത് എന്നുള്ള ലെവലിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടെ സംഭവം ഉണ്ട്, എന്താ? ആഡ് 2 numbers, say 4 and 5. ആൻഡ് അതെങ്ങനെ നമ്മൾ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സംഭവം, ആഡ് 2 numbers, say 4 and 5 എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ 4ഉം 5ഉം ആണ് നമ്മുടെ നമ്പേഴ്സ് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, അപ്പൊ ഗിവൺ ഡാറ്റ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇതിനു ശേഷം നമ്മൾ എന്താ മനസ്സിലാക്കുക, എന്താണ് ഇതിൽ ചെയ്യേണ്ടത്? ആഡ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ പ്ലസ് ചെയ്യുന്നു, പ്ലസ് ചെയ്തിട്ട് ആൻസർ എഴുതണം. ഇപ്പോൾ കുറച്ചും കൂടെ ബേസിക് ലെവലിലേക്ക് പറയാനാണെങ്കിൽ ഇപ്പൊ 4 + 5 എന്നാണെങ്കിൽ നമ്മൾ ഇതിലത്തെ വലിയ നമ്പർ ആയിട്ടുള്ള 5 എടുത്ത് തലയെ കയറ്റി വെച്ച്, അല്ലെങ്കിൽ ഓർത്ത് വെച്ച് 4 കയ്യിൽ പിടിച്ചും കൊണ്ട് 5 കഴിഞ്ഞാൽ 6, 7, 8, 9 എന്നും പറഞ്ഞ് എണ്ണിക്കൊണ്ടാണ് ഈ 9 എടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ തോന്നും വളരെ എലമെന്ററി ആയിട്ടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ ഈ എലമെന്ററി ലെവലിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാലാണ് നമുക്കൊരു പ്രോഗ്രാം എഴുതുമ്പോൾ എഫിഷ്യന്റ് ആയിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. എന്നാൽ ലാസ്റ്റ് നമുക്ക് മനസ്സിലാവും, 9 ആണ് നമ്മുടെ ആൻസർ. ബട്ട് നമ്മൾ ഇത് എടുത്ത് എഴുതണം. ദ റിക്വയർഡ് ആൻസർ ഈസ് 9 എന്നുള്ള രീതി. ഫൈൻ, ഐ ഹോപ്പ് ദിസ് തിങ് ഈസ് ക്ലിയർ. ഇനി പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ആ മെഷീനെ കൊണ്ട് ഈ മാത്തമാറ്റിക്സ് ചെയ്യിപ്പിച്ചെടുക്കുക. ഒന്നിനെ മാത്സ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യിപ്പിക്കുക. സോൾവ് ചെയ്യലല്ല, മെഷീനെ സോൾവ് ചെയ്യാൻ യഥാർത്ഥത്തിൽ അറിയത്തില്ല. നമ്മളാണ് ആ മെഷീനെ കൊണ്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യിപ്പിക്കുന്നത്. ഫൈൻ. ആൻഡ് ഒരുവിധം പ്രോബ്ലം എല്ലാം തന്നെ ഇന്റേണലി മാത്തമാറ്റിക്കൽ ആയിരിക്കും. അതൊക്കെ ഇത്തിരി ഡീപ്പായിട്ടുള്ള ടേംസ് ആണ്. സ്റ്റിൽ ഇറ്റ് വിൽ ബി ഇന്റേണലി മാത്തമാറ്റിക്കൽ, അല്ലെങ്കിൽ വെറുതെ പ്രോബ്ലം സോൾവ് ചെയ്യിപ്പിക്കുക എന്ന് വിചാരിച്ചാലും മതി. അപ്പോൾ ആദ്യം തന്നെ ഇതൊരു മെഷീൻ ആണല്ലോ. അപ്പൊ മെഷീൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഈ മെഷീൻ സ്റ്റാർട്ട് ചെയ്യണം, ലാസ്റ്റ് ഈ മെഷീൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പൊ ഈ MC കൊണ്ട് ഉദ്ദേശിക്കുന്ന മെഷീൻ എന്നാണ് കേട്ടോ. ഞാൻ എഴുതാൻ എളുപ്പത്തിന് M/C എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു മെഷീൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ എന്താ ചെയ്തത്? ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ 2 നമ്പർ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അതുപോലെ തന്നെ ഈ മെഷീനിനെ കൊണ്ടും ഈ ഇൻപുട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യിപ്പിക്കണം.
ഇത് കഴിഞ്ഞ് അഡീഷൻ ആണ് ചെയ്യേണ്ടതെന്നും അതിന് വേണ്ട സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്തു, അത് നമ്മൾ എണ്ണി. ആ പറയുന്ന സംഭവം മെഷീനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അത് കഴിഞ്ഞ് ഇതില് മെഷീൻ അതിൽ ഉത്തരം സ്റ്റോർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവും, അതിന്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മെഷീൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ആ മെമ്മറിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ സോൾവ് ചെയ്തിട്ടുള്ള ഉത്തരം തിരിച്ച് നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടുള്ള മോണിറ്ററിലേക്ക് ഡിസ്പ്ലേ ചെയ്തെത്തിക്കുക. ഇത് കഴിഞ്ഞിട്ട് ആ മെഷീൻ അതിന്റെ പരിപാടി നിർത്തി കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം ഉണ്ടായി എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ സംഭവം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്ലെയിൻ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതാണ് ഇവിടെ. ഇതാണ് കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യം. ഫൈൻ. ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത് കോമൺ ആയിട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഏത് പ്രോബ്ലം വന്നാലും എടുക്കുന്ന സംഭവം. ഇനി ഇതിന്റെ ഇങ്ങനെ വശത്ത് എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള 2 നമ്പർ എടുത്ത് ആഡ് ചെയ്ത് സം ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ആദ്യത്തേൽ എന്ത് ചെയ്തു, ആ മെഷീൻ സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് 2 നമ്പേഴ്സ് ആഡ് ചെയ്യാം, num1 num2. ഇപ്പൊ നമ്മള് ഈ നേരത്തെ ഇതില് 4, 5 എന്നുള്ളത് എക്സാമ്പിൾ ആയിരുന്നു. 4ഉം 5ഉം ഏത് വന്നാലും നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവിടെയും അങ്ങനത്തെ ഒരു ജനറൽ കേസാണ് സംസാരിക്കുന്നത്. അപ്പൊ 2 നമ്പേഴ്സ് num1 num2. ഇത് കഴിഞ്ഞ് ഇത് ആഡ് ചെയ്യുന്നു, എന്നിട്ടത് ആഡ് ചെയ്തിട്ട് സമ്മൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും, പക്ഷെ അത് ഡിസ്പ്ലേ ചെയ്യുക, എന്നിട്ട് ഈ മെഷീൻ സ്റ്റോപ്പ് ചെയ്യാൻ നിൽക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യമുണ്ട്. ഒരു നോട്ടെന്നോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പോയിന്റ് നോട്ട് എന്നൊക്കെ വിചാരിക്കുന്ന രീതിയിൽ എഴുതിയാൽ മതി. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് റീഡ് 2 നമ്പേഴ്സ് num1 and num2. സത്യത്തിൽ ഈ 2 നമ്പേഴ്സിന് എന്ത് തരം വേരിയബിൾ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോ AB എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ A+B ചെയ്തിട്ട് അത് റിട്ടേൺ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാലും മതി. പക്ഷെ പൊതുവെ നമ്മൾ കമ്പ്യൂട്ടിംഗ് ടെർമിനോളജിയിൽ പ്രോഗ്രാംസ് എഴുതുമ്പോൾ മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിംസ് കൊടുക്കാൻ ശ്രമിക്കണം എന്നാണ് പറയാം. അതുകൊണ്ടാണ് num1 num2 എന്നിട്ട് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഒറ്റയടിക്ക് സാധനം മനസ്സിലാവും, ഓക്കെ ഇത് നമ്പേഴ്സ് ആണ്. എയും ബി ആണെങ്കിൽ അത് എന്ത് വേണമെങ്കിൽ ആവാം, വെറുതെ ടെക്സ്റ്റോ മറ്റോ ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പറഞ്ഞു മാത്രം. ഓക്കെ, ഇനി ഈ അൽഗോരിതം തന്നെ നമുക്ക് 3 രീതിയിൽ എഴുതാൻ പറ്റും. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 3 രീതിയിൽ കേട്ടോ. ഒന്നെന്ന് പറയുന്നത് നേരത്തെ എഴുതിയ പോലെ, ഇപ്പുറത്ത് എഴുതിയിട്ടുള്ള പോലെ ചുമ്മാ ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റും. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നമ്മൾ നോർമൽ സെന്റൻസുകൾ ഫ്രെയിം ചെയ്യുന്ന പോലെ തന്നെയാണ് എഴുതുന്നത്. അതിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. മെയിൻ വ്യത്യാസം എന്താണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് എന്നൊക്കെ ആണെങ്കിൽ ഇവിടെ നമ്മൾ റീഡ്, ഇൻപുട്ട് എന്നൊക്കെ തന്നെയായിരിക്കും യൂസ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് ഡിസ്പ്ലേ, റൈറ്റ്, പ്രിന്റ്, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകൾ. ഔട്ട്പുട്ടിന് വേണ്ടി പ്രിന്റ്, ഡിസ്പ്ലേ, റൈറ്റ്. റൈറ്റ് ദ സം എന്നോ ഔട്ട്പുട്ട് ദ സം എന്നോ ഡിസ്പ്ലേ ദ സം എന്നോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ ഇവിടെ റീഡ് ദ 2 നമ്പേഴ്സ് എന്നുള്ളത് അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിലും ഇൻപുട്ട് ദ 2 നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ഗെറ്റ് ദ 2 നമ്പേഴ്സ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല, ബട്ട് ഫ്രീക്വന്റ്ലി യൂസ്ഡ് അല്ല. ഓക്കെ, അപ്പോൾ എന്നിരുന്നാൽ പോലും ഇത് ബേസിക്കലി ഇംഗ്ലീഷാണ്. അപ്പൊ നമ്മൾ പതുക്കെ പ്രോഗ്രാം എഴുതാനാണ് പോകുന്നത്. ആൻഡ് ഇത് മാത്തമാറ്റിക്കലി കൺവേർട്ട് ചെയ്ത് വരുന്നതും കൂടെയാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത്. ഫൈൻ. സോ അൽഗോരിതത്തിന്റെ പ്ലെയിൻ ഇംഗ്ലീഷിലുള്ള നമ്മൾ കണ്ടു. പിന്നെ യൂസ് ചെയ്യുന്ന ഒരു വഴിയാണ് ഫ്ലോ ചാർട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. പിന്നെ എഴുതുന്നത് സ്യൂഡോ കോഡാണ്. അപ്പൊ നമുക്ക് ഫ്ലോ ചാർട്ട് എന്താ? ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് പിക്ടോറിയൽ റെപ്രസെന്റേഷനെയാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇഷ്ടംപോലെ സിമ്പിൾസ് യഥാർത്ഥത്തിൽ ഫ്ലോ ചാർട്ടിലുണ്ട്. ബട്ട് നമ്മുടെ ഈ കറസ്പോണ്ടിങ് പ്രോഗ്രാം എന്തായിരുന്നു? 2 നമ്പർ എടുക്കുക, എന്നിട്ട് പിന്നെ പ്രിന്റ് ചെയ്യുക എന്ന് പറയുന്ന ആ സംഭവം. അതിന് വേണ്ട സിമ്പിൾസ് മാത്രമേ ഇപ്പൊ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോ നമ്മുടെ റിട്ടൺ അൽഗോരിതത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയിരുന്നതിൽ ഒരു സ്റ്റാർട്ടും സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അതിന് നമ്മൾ ഓവൽ സിമ്പിൾ ആണ് യൂസ് ചെയ്യുക. ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും പാരലലോഗ്രാം ഉപയോഗിക്കും. പിന്നെ പ്രോസസ് ചെയ്യുന്നതിന് നമ്മുടെ ഇവിടുത്തെ പ്രോസസ്സിങ് ആഡിങ് ആണ്. ഇനി അതല്ല സബ്ട്രാക്ഷൻ, ഡിവിഷൻ ഇതൊക്കെ വന്നാലും നമ്മൾ യൂസ് ചെയ്യാം റെക്ടാങ്കിൾ ആണ്. ഇതും ഇതിന്റെ അപ്പുറം ഇഷ്ടംപോലെ ഉണ്ട്. ബട്ട് ഫോർ ദ ടൈം ബീങ് ഇപ്പൊ ഈ ഒരു ഇത് പറയുന്നു എന്ന് മാത്രം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള പ്രോഗ്രാമിന് അൽഗോരിതത്തിനെ ഫ്ലോ ചാർട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ നോക്കി നോക്കാം. അപ്പോ
ഈ സൈഡിൽ എഴുതിയിട്ടുള്ളത് നമ്മൾ നേരത്തെ എഴുതിയ അൽഗോരിതം ആണ്. ആൻഡ് ഇപ്പുറത്തെ ഇതിന്റെ ഫ്ലോ ചാർട്ട് ആണ് കാണുന്നത്. അപ്പൊ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇപ്പൊ ഇതിൽ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് 4 സ്റ്റെപ്പ് 5 എന്ന് എഴുതുന്നില്ല. പകരം ആരോ മാർക്ക് വെച്ചിട്ടാണ് ഇതിന്റെ ഫ്ലോ കാണിക്കുന്നത്. ഓരോ കമ്പോണന്റിന്റെ ഇടയിൽ ഓരോ സിമ്പിളിന്റെ ഇടയിൽ ആരോ മാർക്ക് ഉണ്ടാവും. ആ ആരോ മാർക്ക് അനുസരിച്ചാണ് ഇത് ഫ്ലോ ചെയ്യുന്നത്. ഇതനുസരിച്ചാണ് പ്രോഗ്രാം റൺ ആവുക. ഓക്കെ, നമ്മുടെ മെഷീൻ ഇതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ആദ്യത്തെ എന്താണ്? സ്റ്റാർട്ടാണ്. എല്ലായ്പ്പോഴും സ്റ്റാർട്ട് ചെയ്യും തുടങ്ങി. എന്നിട്ട് പിന്നെ എങ്ങോട്ടാ പോകേണ്ടത്? റീഡ് ചെയ്യുന്ന ഇൻപുട്ട് എടുക്കുന്നിടത്ത് പോകണം. ആൻഡ് ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ഇൻപുട്ട് ദ 2 നമ്പേഴ്സ് നം1 നം2 എന്നും പറഞ്ഞ് നീട്ടി വെച്ച് എഴുതേണ്ട കാര്യമില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അൽഗോരിതം ആയിരുന്നപ്പോൾ ഇതിലത്തെ ഓരോ സ്റ്റെപ്പും എന്ത് വേണമെങ്കിലും അതായിരുന്നു. ഒരുവിധം എല്ലാ അൽഗോരിതത്തിലും സ്റ്റാർട്ടും സ്റ്റോപ്പും ആയിരിക്കും തുടക്കത്തിൽ അവസാനം ഉണ്ടാവാം. പക്ഷെ ഇതിന്റെ ഇടയിൽ ഈ റീഡും കാര്യങ്ങളൊക്കെ പലയിടത്ത് വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഓൾറെഡി ഈ സിമ്പിൾ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതൊരു പാരലലോഗ്രാം ആണ്. അപ്പൊ നമുക്കറിയാം ഒന്നുകിൽ അത് ഇൻപുട്ട് ആയിരിക്കും, അതും അല്ലെങ്കിൽ അത് ഔട്ട്പുട്ട് ആയിരിക്കും. അപ്പോൾ അത് ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ എന്നുള്ളത് മാത്രം മെൻഷൻ ചെയ്താൽ മതി. പകരം റീഡ് ദ 2 നമ്പേഴ്സ് അല്ലെങ്കിൽ ഇൻപുട്ട് ദ 2 നമ്പേഴ്സ് എന്ന് ഫുൾ എഴുതിയെന്ന് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ എഴുതണമെന്നില്ല. കാരണം ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻസ് ആണ് ഫ്ലോ ചാർട്ടും സ്യൂഡോ കോഡും എല്ലാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ പാരലലോഗ്രാം യൂസ് ചെയ്തു. എന്നിട്ട് ഇത് ഇൻപുട്ട് ആയതുകൊണ്ട് ഇൻപുട്ട് നം1 നം2 എന്ന് കൊടുത്തു. എന്നിട്ട് ഇവിടെ നം1 പ്ലസ് നം2 എന്നുള്ളൊരിടത്ത് ഇത് സം എന്ന് പറയുന്ന ഒരു വേറൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ യൂഷ്വലി ഈ സിമ്പിള് ഈക്വൽ ടു എന്നുള്ളത് രണ്ടും കമ്പയർ ചെയ്തിട്ട് 4 = 4 ട്രൂ ഓർ ഫോൾസ് ഒക്കെ പറയാനാണ് യൂസ് ചെയ്യുക. ബട്ട് പ്രോഗ്രാമിംഗിലേക്ക് കടക്കുമ്പോൾ ഒരു സിംഗിൾ ഈക്വൽ ടു എന്ന് പറയുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആയിട്ടാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെയ്യുന്നത് ഇതാണ്. നം1 നം2 അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ചാണെങ്കിൽ അത് 4 5 ആയിരുന്നു കേട്ടോ. അപ്പൊ 4 5 ആഡ് ചെയ്തിട്ട് അത് പിടിച്ച് സം എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലേക്ക് മെമ്മറിയിൽ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. ആ 9 എന്നുള്ളത് സം എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക. അതായത് ലെറ്റ് എക്സ് ബി 9 എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ലെറ്റ് സം ബി. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അർത്ഥം വളരെ സിമ്പിൾ ആണ്. ലെറ്റ് സം ബി the result of നം1 plus നം2. നം1 plus നം2 ചെയ്തിട്ട് എന്ത് റിസൾട്ട് ആണോ കിട്ടുന്നത് ആ റിസൾട്ട് സമ്മിൽ എടുത്തു വെക്കുക. സം എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിൽ എടുത്തു വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രിന്റ് ചെയ്യുക. അഗെയിൻ പാരലലോഗ്രാം ആണ്. അപ്പൊ പ്രിന്റ് ദ റിസൾട്ട് ഒന്നും എഴുതണമെന്നില്ല. പ്രിന്റ് സം അത് മതി. പ്രിന്റ് എന്നുള്ളത് എഴുതിയാൽ മതി. പിന്നെ ലാസ്റ്റ് സ്റ്റോപ്പ്. ഇനി നമുക്കതിന്റെ സ്യൂഡോ കോഡ് നൊട്ടേഷൻ നോക്കി നോക്കാം അൽഗോരിതത്തിന്റെ. അപ്പോ ഇത് നമ്മൾ നേരത്തെ എഴുതിയിരുന്ന, ഇപ്പത്തെ സൈഡിലിരിക്കുന്നത് നമ്മൾ നേരത്തെ എഴുതിയിരുന്ന ഫ്ലോ ചാർട്ട് ആണ് ഇരിക്കുന്നത്. ഈ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞത് പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണെങ്കിൽ സ്യൂഡോ കോഡിനെ നമുക്ക് കോഡ് റെപ്രസെന്റേഷൻ എന്ന് വിളിക്കാം. സ്യൂഡോ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ഫോൾസ് എന്നാണ്. അപ്പൊ സ്യൂഡോ കോഡ് എന്ന് പറയുമ്പോൾ എന്താ? ഫോൾസ് കോഡ്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്തിട്ടുള്ള കോഡാണെന്ന് തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ അത് കോഡല്ല. ഇത് അൽഗോരിതത്തിന് നമ്മൾ പ്രോഗ്രാം ആയിട്ട്, അതായത് ഒരു അൽഗോരിതം എന്ന് പറയുന്ന ഒരു തരം കൺസെപ്റ്റ് ആണ്. ഒരു പ്രോബ്ലം നമ്മുടെ കയ്യിലുണ്ട്, അതെങ്ങനെ ഒരു മെഷീനെ കൊണ്ട് സോൾവ് ചെയ്യിപ്പിക്കണം എന്നുള്ളത് നമ്മൾ ഇങ്ങനെ ഡിസൈഡ് ചെയ്തെടുക്കുന്നു. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന, അങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ അൽഗോരിതം എന്ന് വിളിക്കുന്നു. അതിന് 3 രീതി. ഒന്നിലെ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് എഴുതാം, അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് ഉപയോഗിച്ച് വരച്ചെഴുതാം, അതല്ലെങ്കിൽ സ്യൂഡോ കോഡിൽ എഴുതാം. സ്യൂഡോ കോഡ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം അല്ല, പക്ഷെ ഒരു പ്രോഗ്രാം എഴുതാൻ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് നമ്മളൊരു അൽഗോരിതത്തിന് എഴുതുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് അൽഗോരിതം. എന്ത്? സ്യൂഡോ കോഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ക്ലോസസ്റ്റ് ടു റൈറ്റിംഗ് എ പ്രോഗ്രാം. ഒരു സ്യൂഡോ കോഡ് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയാൽ ഒരു 90% നിങ്ങളൊരു പ്രോഗ്രാം എഴുതി എന്ന് പറയാം. അപ്പൊ എങ്ങനെയാണ് ഈ സ്യൂഡോ കോഡ് എഴുതാൻ നോക്കാം. സ്യൂഡോ കോഡ് എഴുതാനുള്ള ഈസി ആയിട്ടുള്ള 2 സ്റ്റെപ്പുകളാണ് ഇപ്പുറത്തെ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഒന്ന്, ഇതിലത്തെ സ്റ്റാർട്ടും സ്റ്റോപ്പും പൊതുവെ എഴുതേണ്ട ആവശ്യമില്ല. കാരണം സ്യൂഡോ കോഡായി നമ്മൾ വളരെ നിയർ ടു പ്രോഗ്രാമായി, നമുക്കറിയാം പ്രോഗ്രാം മെഷീനിന് വേണ്ടിയാണ്. അപ്പൊ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഒന്നും എഴുതേണ്ട കാര്യമില്ല. ഇനി ബാക്കിയുള്ളത് അതേപടി എഴുതാം. എന്ത്? ഇവിടെ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന സംഭവം എടുത്ത് വരി വരിയായിട്ട് താഴേക്ക് എഴുതാം. ആൻഡ് അതാണ് ഈ കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ സ്യൂഡോ കോഡ് ഇങ്ങനെ കിടക്കുന്നത്. എന്ത്? ഇപ്പുറത്തെ സൈഡിൽ ഇൻപുട്ട് നം1 നം2 എന്ന് എഴുതിയായിരുന്നു. അത് തന്നെ ഇവിടെ ഇൻപുട്ട് നം1 നം2. പിന്നെ
ഈ പറയുന്ന സംഭവം ഇവിടെ എഴുതി പ്രിന്റ് സംഭവം എന്ന് എഴുതിയ സ്യൂഡോ കോഡ് റെഡിയായി. ഇനി ഇതിന്റെ അടുത്ത സ്റ്റെപ്പാണ് എന്ത്? ഒരു സ്യൂഡോ കോഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഇതിന്റെ പ്രോഗ്രാം എഴുതും. ഇറ്റ്സ് ലൈക്ക് ഇപ്പൊ നമുക്കൊരു എസ്സേന്റെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ട് വിചാരിക്കാം. ഓക്കെ, അപ്പോ ഈ എസ്സേന്റെ ഡ്രാഫ്റ്റ് ഉണ്ട്, അത് ഇംഗ്ലീഷിലത്തെ ആൽഫബറ്റ്സും കാര്യങ്ങളും വെച്ച് എഴുതുമ്പോൾ ഇംഗ്ലീഷിലത്തെ എസ്സേ. ഇനി പകരം മലയാളത്തിലെ അക്ഷരങ്ങളും അതിന്റെ സെന്റൻസ് ഫ്രെയിം ചെയ്യുന്ന രീതിയിൽ എഴുതിയാൽ അത് മലയാളത്തിലെ എസ്സേ. പക്ഷെ ഒരേ കാര്യം തന്നെ നമുക്ക് പല ഭാഷയിൽ എഴുതാന്ന് പറയാലോ. ഇതേ സംഭവമാണ് ഇത് കഴിഞ്ഞ് ചെയ്യുന്നത്. അതെന്താ നമുക്ക് നോക്കാം.